ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പം ഇന്ന് നമുക്ക് സദ്യയിലെ പ്രധാന വിഭവമായ സാമ്പാറിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. വറുത്തരച്ച സാമ്പാർ ആണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ബൗള് പരിപ്പാണ്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കരുത്. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ പരിപ്പ് വേവിക്കാൻ വെച്ച ആ സമയം കൊണ്ട് ഇതാ പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് വെണ്ടയ്ക്കയാണ്. പിന്നെ നിങ്ങളുടെ അടുത്ത് ഏതൊക്കെ കഷ്ണങ്ങളുണ്ടോ ആ കഷ്ണങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇവിടെ പലർക്കും പച്ചക്കറി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ ഉള്ളിയും വെണ്ടയ്ക്കും മാത്രം എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ മുരിങ്ങക്കായ, മത്തങ്ങ, വഴുതനങ്ങ ഈ വക പച്ചക്കറികളെല്ലാം സാമ്പാറിൽ ഇടാമല്ലോ. അപ്പോൾ ഉരുളക്കിഴങ്ങും ഒക്കെ ഇടാം. ഇവിടെ ഇപ്പം ഞാൻ വെണ്ടയ്ക്കും ചെറിയ ഉള്ളിയും മാത്രമാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി നിങ്ങൾക്ക് എത്ര ഇടുന്നോ അത്രയും സാമ്പാറിന് ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വാളംപുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 തക്കാളി. ഇനി നമുക്ക് അടുപ്പത്ത് ഒരു ചട്ടി വെച്ച്, മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചട്ടി വെച്ചതിന് ശേഷം ഒരു ചെറിയ കഷ്ണം കായം ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കുക. എന്നിട്ട് മൂപ്പിച്ചതിന് ശേഷം ചെറിയ ഉള്ളി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് ചെറിയ ഉള്ളി പകുതി വഴണ്ടി വരുമ്പോൾ നമുക്ക് വെണ്ടയ്ക്ക ചേർക്കാം. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളിയും വെണ്ടയ്ക്കയും ഇതവിടെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പൊടിച്ചു വെച്ച സാമ്പാർ പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് ഇപ്പം ഞാൻ 4 സ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ആ സാമ്പാർ പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ എണ്ണയിൽ സാമ്പാർ പൊടിയൊക്കെ മുരിഞ്ഞു വരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. സാമ്പാർ പൊടിയെല്ലാം നമ്മൾ എല്ലാ കാര്യങ്ങളും വറുത്താണ് പൊടിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷേ എന്നാലും ഒന്നുകൂടെ ആ എണ്ണയിൽ കിടന്ന് മൊരിയുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് തക്കാളി, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളിയും കൂടെ ഇട്ടതിന് ശേഷം ഇനി പിഴിഞ്ഞ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ച പരിപ്പ് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് സാമ്പാറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പരിപ്പും പുളിയൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വേവാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് നാളികേരം, വറുത്തരച്ച സാമ്പാറാണല്ലോ വെക്കുന്നത്, അപ്പം നാളികേരം ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നല്ല പച്ച കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്കൊന്ന് വറുത്ത് എടുത്തുകൊണ്ട് വരാം. അപ്പം നാളികേരമൊക്കെ ഇതാ ഞാനിവിടെ നന്നായിട്ട് വറുത്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ ഇതാ സാമ്പാറിലെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, മസാലയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാളികേരം അരച്ചത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പം നാളികേരം ചേർക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ഉണ്ടോയെന്ന് നോക്കിയതിന് ശേഷം ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുവരെ ഉപ്പ് ചേർക്കാൻ മറന്നുപോയിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഉപ്പ് ചേർത്തത്. അപ്പോൾ ഇത് നാളികേരമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അടച്ചു വയ്ക്കാം. അപ്പം മല്ലിയിലയൊക്കെ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. മല്ലിയില ഇഷ്ടമല്ലാത്തവർ ചേർക്കണം എന്ന് ആവശ്യമില്ല. ഇനി നമുക്ക് ചീനച്ചട്ടി ചൂടാക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. എന്നിട്ട് കടുക് പൊട്ടിയതിന് ശേഷം ഒരു 2 മുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുളക് മൂത്തതിന് ശേഷം നമുക്ക് തീ ഓഫാക്കിയതിന് ശേഷം ഞാൻ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടാണ് സാമ്പാറിൽ ഒഴിക്കുന്നത്. അപ്പോൾ ഈ മുളക് പൊടി ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഞാനൊരു കളറിന് വേണ്ടി ചേർത്തുന്നേ ഉള്ളൂ. പക്ഷേ മണവും രുചിയൊക്കെ കൂടുതലാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.
അപ്പം നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത സാമ്പാർ പൊടി കൊണ്ട് ഉണ്ടാക്കിയ സദ്യ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വേഗം വീട്ടിൽ തന്നെ സാമ്പാർ പൊടി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇതുപോലെ ഏറ്റവും എളുപ്പത്തിലും വേഗത്തിലും തന്നെ നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പം സദ്യയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള സാമ്പാർ തന്നെയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക്